നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ചാടിപ്പോയി അതിൻ്റെ ലൈവ് സോഷ്യൽ മീഡിയയിലിടുന്ന പെൺകുട്ടികളുള്ള നാടാണ് ഇവിടെ. പ്രായത്തിൽ മുതിർന്നവരുടെ പ്രണയം കുതിക്കുന്ന കൗമാരക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ 16-കാരി. കഴിഞ്ഞ ദിവസമാണ് കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ 38 വയസ്സുള്ള വിവാഹിതനും സ്കൂൾ വിദ്യാർത്ഥിനിയായ ദേവികയും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ശ്രീജിത്തിന്റെ ഭാര്യ വീടിന് സമീപമാണ് ഈ പെൺകുട്ടിയുടെ വീട്. 38-കാരനും 2 കുട്ടികളുടെ പിതാവുമായ ശ്രീജിത്തിനോട് ഈ 16-കാരിക്ക് പ്രണയമായിരുന്നു. വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ നോക്കി. ആ ഒരു വിലക്കിന് പുല്ലുവില കൽപ്പിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഷാമ്പു വാങ്ങാനായി പോവുകയാണെന്ന് പറഞ്ഞാണ് ഈ വീട്ടിൽ നിന്നിറങ്ങി ഒടുവിൽ അയാൾക്കൊപ്പം തന്നെ ജീവനൊടുക്കിയത്. പെൺകുട്ടിയെ ശല്യപ്പെടുത്തി എന്ന വീട്ടുകാരുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനിടെയാണ് യുവാവും +2 വിദ്യാർത്ഥിനിയും തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ശ്രീജിത്തിന്റെ ഭാര്യ വീടിനടുത്ത് തന്നെയാണ് ഈ പെൺകുട്ടിയും താമസിക്കുന്നത്. ഇയാൾ മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ച് വീട്ടുകാർ തിങ്കളാഴ്ച ഹരിപ്പാട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച പോലീസ് ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് എത്തി. ശ്രീജിത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ വീട്ടുകാരെ അറിയിച്ചാണ് മടങ്ങിയത്. ഇതനുസരിച്ച് ബുധനാഴ്ച സ്റ്റേഷനിലേക്ക് എത്തേണ്ടതായിരുന്നു. ശ്രീജിത്തും പെൺകുട്ടിയും ബൈക്കിലാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. രാവിലെയും വൈകുന്നേരവും മാത്രം തീവണ്ടി നിർത്തുന്ന ഒരു സ്റ്റേഷനാണിത്. ഉച്ചയ്ക്ക് സ്റ്റേഷൻ പരിസരത്ത് ആളുണ്ടാകില്ലെന്നതാണ് ആത്മഹത്യക്ക് ഇവിടം തന്നെ തിരഞ്ഞെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇരുവരും ചാടിയത്. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. അരമണിക്കൂറോളം തീരദേശ പാതയിലെ തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീജിത്ത് ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇയാളും പെൺകുട്ടിയും ഫോണിൽ നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. വീട്ടുകാർ വിലക്കിയെങ്കിലും ഈ സംസാരം തുടരുകയായിരുന്നു. ഇതിനാലാണ് പോലീസിൽ പരാതിപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ശല്യപ്പെടുത്തരുതെന്ന് താക്കീതു നൽകാനായിരുന്നു ഇയാളോട് സ്റ്റേഷനിലേക്ക് എത്താൻ പറയുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സമീപകാലത്ത് കുറച്ചധികം വാർത്തകളൊക്കെ ഇത്തരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ കാസർഗോഡ് പൈവളികയിൽ 15-കാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. ഈ ഫെബ്രുവരിയിലാണ് 15-കാരിയും 42-കാരനെയും പൈവളികയിലെ വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 ദിവസത്തെ തിരച്ചിലിനൊടുവിലായിരുന്നു ജീർണിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ മമ്മിഫൈഡ് അവസ്ഥയിലായിരുന്നു. 45 കിലോ ഭാരമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാരം ഏകദേശം 13 കിലോയിൽ താഴെയായിരുന്നു. സമാനമായിരുന്നു 42 വയസ്സുകാരുടെയും അവസ്ഥ. ആന്തരിക അവയവങ്ങളെല്ലാം ചുരുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു. നേരത്തെ കുട്ടിയുടെ അമ്മയുടെ ഹേബിയസ് കോർപ്പസ് ഹർജിക്ക് പിന്നാലെ കേസിൽ ഇടപെട്ട ഹൈക്കോടതി കൊലപാതകമാണോ എന്ന സംശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. 15-കാരിയുടെ മരണത്തിൽ പോലീസിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഒരു VIP-യുടെ മകളായിരുന്നുവെങ്കിൽ പോലീസ് അന്വേഷണം വൈകിപ്പിക്കുമായിരുന്നോ എന്നും ചോദിച്ചു. കേസ് ഡയറിയുമായി പിന്നീട് ഹൈക്കോടതിയിലൊക്കെ ഹാജരാവാനും അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. നിയമത്തിനു മുൻപിൽ VVIPയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. 28 ദിവസത്തോളം ഇവരെ കാണാതിരുന്ന വീടിന് സമീപമുള്ള ഈ മൈതാനത്തിന് സമീപത്ത് ഒരു അക്വേഷ്യ മരമുള്ള കാടൊക്കെയുണ്ട്. ഇവിടുത്തെ ഒരു അക്വേഷ്യ മരത്തിൽ തന്നെയാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണ്ടിയക്കാപ്പ് മേഖലയിലെ ഗ്രൗണ്ടിന് സമീപമുള്ള മരത്തിലാണ് ഇവർ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് ഇരുവരുടെ മൊബൈൽ ഫോണുകളും ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇതോടൊപ്പം ഒരു കത്തിയും കണ്ടെത്തി. ഫെബ്രുവരി 12-നാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത്. കുട്ടിയെ കാണാതായ ദിവസം തന്നെ ഈ പ്രദേശവാസിയായ പ്രദീപിനെയും കാണാതാവുകയായിരുന്നു. ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിനും അയച്ചു കൊടുത്തത്. പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായെടുത്ത ചിത്രങ്ങളാണ് ഇവർക്ക് അയച്ചു നൽകിയിരുന്നത്. ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകാമെന്ന സൂചന പോലീസിന് ലഭിച്ചത്. പിന്നാലെ കർണാടക പോലീസിന് ബന്ധപ്പെട്ട് കർണാടകയിലും തെരച്ചിൽ നടത്തുകയായിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് ഈ വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്നാണ് ഇരുവരും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിസരത്ത് നിന്ന് 2 ഫോണുകളും ഒരു കത്തിയും ചോക്ലേറ്റുമാണ് കണ്ടെടുത്തത്. പക്ഷേ ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിരുന്നില്ല. ഈ കേസിൽ പോലീസിന് നേരെ രൂക്ഷ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. കാണാതായി 28 ദിവസം എടുത്തു ഒരു ടവർ ലൊക്കേഷൻ പോലും കണ്ടെത്താൻ. പോലീസ് ഇവിടെ എന്തു ചെയ്തുവെന്ന ചോദ്യമൊക്കെയാണ് ആ നാട്ടുകാർ ഉന്നയിച്ചത്. ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി ഇയാൾക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രദീപ് ഈ കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. പ്രദീപിനെ ഇവർക്ക് ആർക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് നാട്ടുകാർ ഈ മരിച്ച പ്രദീപിനെതിരെ സ്കൂളിൽ പരാതി നൽകിയ സംഭവം പോലും ഉണ്ടായിരുന്നു. പ്രദീപ് പലപ്പോഴും ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ട് സംശയം തോന്നിയാണ് ഈ നാട്ടുകാർ ഇത്തരത്തിൽ ഇടപെട്ടത്.
അധ്യാപകരും പരാതി നൽകിയതോടെ വിഷയത്തിൽ ചൈൽഡ് ലൈൻ ഇടപെടുകയായിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരുവരും തമ്മിൽ സൗഹൃദം മാത്രമാണുള്ളതെന്ന് പ്രദീപ് സ്കൂളിൽ പറയിപ്പിച്ചു. പരാതി പിൻവലിപ്പിച്ചു. അന്ന് കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ആ നാട്ടുകാരടക്കം പ്രതികരിച്ചിരുന്നത്. ഇത്തരത്തിൽ കുടുംബത്തിന് സഹായം നൽകി അതിലൂടെ കുടുംബത്തിലെ കുട്ടിയെ നോട്ടമിട്ട് പ്രണയവലയിൽ കുറുക്കുന്നവരും കുറവൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ. മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടി ഓട്ടോയിലിരുന്ന് ലൈവ് ഇട്ട സംഭവം. ഇത് സൈബറെടുത്ത് വലിയൊരു ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. 2 മക്കളുള്ള വ്യക്തിയാണ് താനെന്നും ഭാര്യയുടെ അനിയത്തിയുമായി ഇഷ്ടത്തിലാണെന്നും അതിനാലാണ് ഒളിച്ചോടുന്നതെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അന്വേഷിച്ചു വരരുതെന്നും തങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കുമെന്നും ആരും ശല്യപ്പെടുത്താൻ വരരുതെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇരുവരുടെയും പ്രവൃത്തി മോശമാണെന്നും ഇത് ചേരുന്നതും ഒക്കെ അന്ന് ആ ലൈവ് വീഡിയോയ്ക്ക് കമന്റുകളൊക്കെ വന്നിരുന്നു. ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും ഈ വീഡിയോ എടുക്കാൻ കാരണം ഏട്ടനില്ലാതെ എനിക്ക് പറ്റാത്തത് കൊണ്ടാണെന്നും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്നും ഒക്കെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ വീഡിയോ വൈറലായി. പക്ഷേ ഇതിന് പിന്നാലെ മറ്റൊരു ട്വിസ്റ്റും സംഭവിച്ചു. കയ്യിലുള്ള കാശൊക്കെ തീർന്നു, മൊബൈൽ അടക്കം വിറ്റു, അവസാനം നാട്ടിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള സന്ദേശമൊക്കെയാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പിന്നീട് പ്രചരിച്ചത്. ഗുരുവായൂരിൽ വെച്ചിട്ടാണ് ഇവരുടെ 2 പേരെയും പോലീസ് പിടികൂടിയതെന്നൊക്കെ പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അച്ഛനും അമ്മയും കുട്ടിയെ വേണ്ടെന്ന് വെച്ചു, ഏട്ടനും ഉപേക്ഷിച്ചു, ഇനി അനാഥാലയത്തിലേക്ക് പോകും എന്നൊക്കെ അത്തരത്തിലൊക്കെയുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. വർഷങ്ങളായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ചേച്ചിക്ക് ഇതേക്കുറിച്ച് അറിയാം. ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. ആദ്യത്തെ ലൈവിലായിരുന്നു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞങ്ങളെ അന്വേഷിച്ച് ആരും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എല്ലാത്തിനും സമ്മതിച്ചത്. ഞങ്ങൾ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. പിരിയാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നാണ് ഈ യുവാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞത്. ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതിനുള്ള തെളിവുകളും ഭാര്യയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ലൈവും ഒരു തെളിവ് എന്നാണ് ആ യുവാവ് ആ സമയത്ത് ലൈവ് ഇട്ട് പറഞ്ഞത്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ വരും, തിരിച്ചു വരും. 2-3 ആൾക്കാരെ കൂടി എനിക്ക് കൊണ്ടുപോകാനുണ്ടെന്നും ഈ യുവാവ് പറഞ്ഞിരുന്നു. ശമ്പളം കിട്ടിയ ശേഷം ഒളിച്ചോടാൻ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും. തുടർന്നായിരുന്നു ഈ ലൈവ് ഇട്ടുകൊണ്ട് ഒളിച്ചോടിയത്. പക്ഷേ പിന്നീട് കയ്യിലെ കാശ് തീർന്നു. ഇതോടെ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ അടക്കം വിറ്റു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തി. പിന്നീട് ഇവിടെ നിന്ന് ഗുരുവായൂരിലെത്തിയപ്പോൾ ഈ ലൈവ് കണ്ട് ഇവരെ മനസ്സിലാക്കിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. ഇതിനനുസരിച്ചാണ് ഈ പോലീസ് ഇവരെ നാട്ടിൽ എത്തിക്കാൻ പിന്നീട് ശ്രമിച്ചത്. പക്ഷേ നാട്ടിലേക്ക് വരാതെ ഈ 19-കാരിയെ വേണ്ടെന്ന് വെച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു. എന്നാൽ നാട്ടിലത്തെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ അച്ഛനും അമ്മയും പെൺകുട്ടി വേണ്ടെന്ന് പറഞ്ഞു. ഏട്ടനും ഉപേക്ഷിച്ചു. പിന്നീട് അനാഥാലയത്തിലേക്ക് പോകുമെന്ന് മുസ്ലിമായി മതപരിവർത്തനം ചെയ്യുമെന്നൊക്കെയാണ് പെൺകുട്ടി ഏറ്റവും ഒടുവിലായി എടുത്ത തീരുമാനം. ഈ സംഭവങ്ങളിലൊക്കെ ഇവരുടെ ഒരു പ്രായ വ്യത്യാസങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു സഹോദര ബന്ധമോ അല്ലെങ്കിൽ അച്ഛൻ ബന്ധമോ ഒക്കെ ഉണ്ടാകേണ്ട പ്രായ വ്യത്യാസമൊക്കെ ഇവർക്കിടയിലുണ്ട്. എന്നിട്ടും ഇതൊക്കെ കൂടാതെ ഇവർക്ക് മക്കളും ഭാര്യയും ഒക്കെയുള്ള കുടുംബങ്ങളാണ്. എന്നിട്ടും ഇനിയുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ എന്ത് സംഭവിക്കും? അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നേരിടേണ്ടി വരുന്ന മാനക്കേടും അപമാനം പോലും ഇവറ്റകൾ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ്. അല്പനേരത്തേക്ക് വേണ്ടി ബന്ധങ്ങൾ മറന്ന് കണ്ടെത്തുന്ന സ്നേഹങ്ങൾക്ക് മറ്റൊരു അർത്ഥതലമുണ്ടെന്ന് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കേണ്ട ചില ഉദാഹരണങ്ങൾ കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.